തണുത്ത ഒരു രാത്രി ഇവ എന്നൊരു പെൺകുട്ടി വീടിനടുത്തുള്ള വനത്തിൽ നിന്ന് എന്തോ ഒന്ന് പ്രകാശിക്കുന്നത് കണ്ടു. കൗതുകം തോന്നിയ ഇവ പ്രകാശം തേടി വനത്തിനകത്തേക്കു ആരും അറിയാതെ അന്വേഷിച്ചിറങ്ങി. വളരെ നിഗൂഢമായ ആ വനം അവളുടെ ഉള്ളിൽ ഭയം നിറച്ചു. ചീവീടുകളുടെ നിലക്കാതെയുള്ള ശബ്ദം അവളുടെ ഭയം ഒന്നുകൂടി ഇരുത്തിച്ചു. ആരെങ്കിലും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവളെ പിന്തുടരുന്നുണ്ടോ? പാത കൂടുതൽ നിഗൂഢവുമായി കൊണ്ടിരുന്നു. തടസ്സങ്ങളെ മറികടന്ന് ധീരയായിരിക്കാൻ ഇവ തീരുമാനിച്ചു. ഓരോ അടി മുന്നോട്ട് നടക്കുമ്പോഴും അവളുടെ ഭയം ഇരട്ടിച്ചു. കൂട്ടിന് മിന്നാമിനുകളും അവളെ പിന്തുടർന്നു. വിചിത്ര പ്രകാശം തേടിയിറങ്ങിയ ഇവ ആ വനത്തിൽ വഴിതെറ്റി ഒറ്റപ്പെട്ടുപോയി എന്ന് അവൾക്ക് മനസ്സിലായി. കയ്യിലുള്ള ടോർച്ച് തെളിച്ചു ധൈര്യം സംഭരിച്ചു ഇവ മുന്നോട്ട് നടന്നു. ആ വനത്തിൽ അവളെ കൂടാതെ മറ്റാരൊക്കെയോ ഉള്ളതുപോലെ അവൾക്ക് തോന്നി. അത് സത്യമായിരുന്നു. ഇരുട്ടിന്റെ മറവിൽ രണ്ട് കണ്ണുകൾ അവളെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. തിരിഞ്ഞു നോക്കാതെ ഇവ മുന്നോട്ട് തന്നെ നടന്നു. വഴിയിൽ ഒരു വടക്കുനോക്കിയന്ത്രം ഇവയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആരെങ്കിലും ഉപേക്ഷിച്ചതാവാം. അവൾ അതെടുത്തു. അതുവച്ചു വഴി കണ്ടുപിടിക്കാം എന്ന് അവൾ ആശ്വസിച്ചു. ദൂരെ ഒരു മരത്തിൽ എന്തോ ഒന്ന് പ്രകാശിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ചെന്ന് നോക്കിയപ്പോൾ മരത്തിൽ എന്തോ അടയാളം പ്രകാശിച്ചു നിൽക്കുന്നു. തെല്ലുഭയത്തോടെ അവൾ അതിൽ സ്പർശിച്ചു. പെട്ടെന്ന് ആ അടയാളം അവിടുന്ന് അപ്രത്യക്ഷമായി. പകരം പ്രകാശത്താൽ രൂപം കൊണ്ട ഒരു വഴി അവിടെ തെളിഞ്ഞു വന്നു. ഇവക്ക് ഒന്നും മനസ്സിലായില്ല. എങ്ങനെയെങ്കിലും വീട്ടിൽ തിരിച്ചെത്തണം എന്ന ചിന്തയോടെ ഇവ ആ പ്രകാശത്തെ ലക്ഷ്യമാക്കി നടന്നു. കുറച്ചു ദൂരം നടന്നു ക്ഷീണിച്ചിരുന്നപ്പോൾ ആരോ സംസാരിക്കുന്ന ശബ്ദം ഇവ കേട്ടു. നോക്കിയപ്പോൾ ഇവയെപ്പോലെ തന്നെ ആ വനത്തിൽ വഴിതെറ്റി വന്ന കുറച്ചു കുട്ടികൾ ആയിരുന്നു അത്. ഇവക്കു അല്പം ഒരു ആശ്വാസം തോന്നു. ഇനി അങ്ങോട്ട് അവരുടെ കൂടെ പോകാമല്ലോ എന്നവൾ ആശ്വസിച്ചു. അങ്ങനെ ഇവയും കൂട്ടുകാരും കൂടി ആ പ്രകാശപാതയിലൂടെ നടക്കാൻ ആരംഭിച്ചു. അത് അവരെ എത്തിച്ചത് ഒരു നദിക്കരയിലായിരുന്നു. ഇനി എങ്ങനെ ആ നദി മുറിച്ചു കടക്കും? അവരുടെ ശ്രമം പരാജയപ്പെട്ടോ? എല്ലാവരുടെയും മുഖത്ത് ആശങ്ക നിറച്ചു. പക്ഷേ തെല്ലപ്പുറത്ത് മാറി ഒരു പൊളിഞ്ഞ പാലം കണ്ടു. ഒട്ടും വൈകാതെ നദി മുറിച്ചു കടക്കാൻ ആ പാലം ലക്ഷ്യമാക്കി അവർ നടന്നു. അത് അവരെ കൊണ്ടെത്തിച്ചത് തകർന്ന ഒരു കോട്ടയിലായിരുന്നു. ഭയം തോന്നിയെങ്കിലും അതിനുള്ളിലേക്ക് കടക്കുവാൻ തന്നെ അവർ തീരുമാനിച്ചു. കോട്ടയുടെ അകത്ത് പ്രവേശിച്ചപ്പോൾ കളഞ്ഞുപോയൊരു മാപ്പ് അവർക്ക് കിട്ടി. മാപ്പിൽ കാണിച്ചിരിക്കുന്ന വഴിയിലൂടെ മുന്നോട്ട് നടക്കാൻ അവർ തീരുമാനിച്ചു. പക്ഷേ ആ കോട്ടയ്ക്ക് എന്തോ വിചിത്ര സ്വഭാവം ഉള്ളതായി അവർക്ക് അനുഭവപ്പെട്ടു. ആരൊക്കെയോ അവരെ പിന്തുടരുന്നത് പോലെ. എങ്ങനെയെങ്കിലും വീട്ടിൽ തിരിച്ചെത്താം എന്ന പ്രതീക്ഷയോടെ ധൈര്യം സംഭരിച്ചു അവർ മുന്നോട്ട് നടന്നു. ഒരുപാട് നടന്നിട്ടും എവിടെയും എത്താത്തതുപോലെ ഇവക്കും ദേഷ്യവും സങ്കടവും വന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, അതാ അവിടെ ഒരു കവാടം. ആശ്ചര്യത്തോടെ എല്ലാവരും കവാടത്തിനുള്ളിലേക്ക് നടന്നു. ചുറ്റും പ്രകാശം കൊണ്ട് നിറഞ്ഞ ഒരു കൊച്ചു കവാടം. നടുവിലായി പ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു കൊച്ചു വാതിൽ. ഇനി എന്തു ചെയ്യും? എന്തു വന്നാലും ആ വാതിൽ തുറക്കാൻ ഇവ തീരുമാനിച്ചു. ഭയത്തോടെ വാതിൽ തുറന്നതും കാട് അപ്രത്യക്ഷമായിരിക്കുന്നു. പകരം അവർ അവരുടെ ഗ്രാമത്തിലെത്തിയിരിക്കുന്നു. എന്താണ് ഇപ്പോ സംഭവിച്ചത്? അത്ഭുതവും സന്തോഷവും അവരുടെ മുഖങ്ങളിൽ മിന്നിമറഞ്ഞു.